സുകുമാരൻ നായർക്ക് മുൻസിഫ് കോടതിയുടെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അതായത് തന്നെ എതിർക്കുന്ന 54 കരയോഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ കൊല്ലം താലൂക്ക് യൂണിയനിൽ പ്രതിനിധി സഭ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കമാണ് കോടതി തടഞ്ഞിരിക്കുന്നത്. ഈ നായർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ NSS എന്ന് പറയുമ്പോൾ, അതിന് സുകുമാരൻ നായർക്കപ്പുറം ഒന്നുമില്ല എന്നാണ് സുകുമാരൻ നായർ വിശ്വസിക്കുന്നത്. കേരളത്തിലെ നായന്മാർ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ശബരിമല പ്രവേശന സമയം, യുവതി പ്രവേശന സമയത്തൊക്കെ സർക്കാരിനെതിരെ നിന്ന NSS ഇപ്പോൾ സർക്കാരിനെ ഇങ്ങനെ പ്രത്യേകിച്ച് പിണറായി വിജയനെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ആ ഒരു ലെവലിലേക്ക് സുകുമാരൻ നായർ മാറിയിരിക്കുകയാണ്. ഈ അതിനുശേഷം കിട്ടുന്ന തിരിച്ചടികൾ എങ്ങനെ കാണണം ഇതിനെ? അല്ല, കുറച്ചു കാലമായിട്ട് നമ്മൾ NSSനെതിരെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സുകുമാരൻ നായർക്കെതിരെ നായർ സമുദായത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു എന്നുള്ളത് ശരിയാണ്. അത് നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരുപാട് സ്ഥലത്തൊക്കെ ഫ്ലക്സുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കൂടി NSSനെ വിഴുങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് പുതിയ വാർത്തയായിട്ടും നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. എന്താണ് സ്ഥിതി എന്ന് വ്യക്തമല്ല എങ്കിലും അവിടെ പ്രതിഷേധമുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ NSSനകത്ത് ഒരു അന്തർസംഘർഷമുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ധന്യ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇക്കാലം അത്രയും സുകുമാരൻ നായർ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ CPM ഭരണകൂടത്തിനെതിരെയായിരുന്നു പ്രവർത്തിച്ചത്. പക്ഷേ അതിൽ മാറ്റം വന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ചാലും മാറ്റമില്ല. സമദൂര സിദ്ധാന്തമാണ് ഇപ്പോഴും അദ്ദേഹം പിന്തുടരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ രണ്ട് വള്ളത്തിൽ കാളി ചവിട്ടല്ലേ മാഷേ? അങ്ങനെയല്ല. അതായത് സമദൂരത്തിൽ നിന്ന് ശരിദൂരം ഉണ്ടാക്കലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. ഈ സിദ്ധാന്തങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശബരിമല വിഷയം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് നിലപാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ആചാര സംരക്ഷണം എന്ന് പറയുന്നത് പരിപൂർണമായിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും ഒരു കാരണവശാലും ആര് വന്നാലും ചെയ്യാൻ അദ്ദേഹം തയ്യാറില്ല. അപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിലെ വിധി വന്ന സമയത്ത് ശക്തമായ നിലപാടെടുത്ത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിന്ന ആളാണ് സുകുമാരൻ നായർ. ആ സമയത്ത് BJP, RSS, CPM, കോൺഗ്രസ് ഇവരൊക്കെ തുടക്കത്തിൽ സുപ്രീം കോടതി വിധിയാണ് ശരി എന്ന് പറഞ്ഞവരാണ്. സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് അവരെല്ലാം. അതിൽ പെട്ടെന്ന് കോൺഗ്രസ്സിന് മാറ്റം വന്നു, RSSന് മാറ്റം വന്നു, BJPക്ക് മാറ്റം വന്നു. CPM മാറാതെ നിൽക്കുകയും അവസാനം കുഴപ്പത്തിലായി പിന്നീട് മാറുകയും ചെയ്തു. ഇപ്പം മലക്കം പറഞ്ഞു ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്നു. 9 അംഗ ബെഞ്ച് അത് പരിശോധിക്കുന്നുണ്ട്. ഈ 9 അംഗ ബെഞ്ച് അത് പരിശോധിക്കുന്ന സമയത്ത് ആത്യന്തികമായി ഇന്ത്യയിൽ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ, എല്ലാ സമുദായങ്ങളിലും പെട്ട ആളുകൾ ഏത് രീതിയിലൊക്കെ ആയിരിക്കും അവരുടെ ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും പ്രവേശനം നൽകേണ്ടത് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കാണാൻ ഈ 9 അംഗ ബെഞ്ചിൻ്റെ വിചാരണക്കാലം യഥാർത്ഥത്തിൽ സഹായകരമാകും എന്നാണ് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത്. കാരണം അതല്ലാണ്ട് ഹിന്ദു ആചാരങ്ങളിലെ മാത്രം വിഷയമല്ല അവരുടെ മുന്നിൽ വരമാണ്. പാഴ്സികൾ, അതുപോലെ സിഖുകാർ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ എല്ലാവരുടെ കാര്യത്തിലും ഒരു പൊതു തീരുമാനം വരാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം അതത്ര സങ്കീർണമാണ് എന്നുള്ള. എന്നാൽ സുകുമാരൻ നായരുടെ ആ നിലപാടിൽ നിന്ന് അദ്ദേഹം അപ്പോഴും വ്യതിചലിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്, ഒരു തർക്കക്കാര്യത്തിലില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എതിർപക്ഷത്ത് നിൽക്കുന്ന, അതായത് CPM ഇപ്പോൾ വേണമെങ്കിൽ ഈ ശബരിമല വിഷയങ്ങൾ അവിടുത്തെ സ്വർണ്ണപ്പാളിക്കൊള്ളയും അതേപോലെ അയ്യപ്പ സംഗമത്തിൽ വന്ന വെട്ടിപ്പും തട്ടിപ്പും ഇത്തരം കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ട് സ്ത്രീകളെ, NSSൻ്റെ സ്ത്രീകളെയൊക്കെ വഴിയിലിറക്കി നാമജപഘോഷയാത്ര പോലെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയിരുന്നെങ്കിൽ കേരളത്തിന് തീ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലേ. മനസ്സിലായി? സുകുമാരൻ നായർ വിളിച്ചാൽ എത്ര പെണ്ണുങ്ങൾ പോകുമെന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. പെണ്ണുങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് എത്ര നായർ സ്ത്രീകൾ, എത്ര നായമാരായ പുരുഷന്മാർ പോകുമെന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. അല്ല, എനിക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എങ്ങനെയാണ് സംഭവിച്ചത് അതേപോലെ തന്നെ ഈ വിഷയത്തിലാണ്, മറ്റു വിഷയങ്ങളല്ലേ. ശബരിമല വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ
സ്ത്രീകൾ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എല്ലാ നായന്മാരും ഇറങ്ങും എന്ന് തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിൽ അല്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങനത്തെ ഒരു നിലപാട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രക്ഷോഭമൊക്കെ ആയിട്ട് മാറും. അത് ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം മുരാരി ബാബുവൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം ആളല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്തൊക്കെ കയറി ഇടപെടുന്ന കരുതി അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു അകൽച്ച പാലിച്ചു നിൽക്കുന്നു എന്നുള്ളത് പൊതുവെ CPM-ന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്ന വ്യാഖ്യാനത്തിന് ശക്തി പ്രാപിച്ച ഒന്നാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ NSSനകത്തുള്ള RSSകാരും അതേപോലെ തന്നെ BJPക്കാരും ഒക്കെ ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും അവർ ഇയാളെ അടിച്ചു നിരപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ NSSനകത്ത് ശക്തമായിട്ടുള്ള ഒരു വിഭജനമുണ്ട്. ആ വിഭജനത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വരികയും മുൻസിഫ് കോടതി ഹൈക്കോടതിയിൽ എത്തിയിട്ടില്ല, മുൻസിഫ് കോടതിയിൽ എത്തുകയും മുൻസിഫ് കോടതി ആ വിധിയിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ NSSന്റെ പല നിലപാടുകളും പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനോട് എനിക്ക് പിന്നെ അകൽച്ചയില്ല, പക്ഷെ VD സതീശനോടാണ് അകൽച്ച എന്ന് പറയുന്നത്. അത്തരത്തിൽ ചില നിലപാടുകൾ, അതായത് സമദൂരമാണ്, ഞാൻ ഇപ്പോഴും സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്കുള്ള ഒരു പോക്കാണ്. അതായത് സമദൂരം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്, ശരിദൂരം എന്ന് പറയുമ്പോൾ CPM, അതിലേക്കുള്ള ഒരു പോക്കാണ് സുകുമാരൻ നായർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ NSSും SNDP ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ വയറ്റിൽ തന്നെ അത് കുഴിച്ചു മൂടുന്ന ഒരു നിലപാടാണ് നമ്മൾ കണ്ടത്. അതായത് ഗർഭിണിയെന്ന് അറിഞ്ഞു ഒരാഴ്ച കഴിയും മുമ്പേ അത് അബോർഷനായി പോയി എന്നുള്ള തലത്തിലേക്കാണ് ഈ സംഗമത്തെയൊക്കെ കണ്ടത്. ഇത്തരത്തിൽ BJPയുടെ ഒരു തരത്തിലും ഞങ്ങൾ അടുക്കില്ല എന്ന നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിക്കുന്നത്. എത്ര നായന്മാർ അത് സ്വീകരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. സുകുമാരൻ നായർ പറയുന്നത് കോൺഗ്രസിനോട് CPM-നോടും സമദൂരമോ ശരിദൂരമോ ചേർത്ത് പിടിക്കലോ ഒക്കെ ചെയ്യാം, പക്ഷെ BJPയുമായി, കാരണം തുഷാർ വെള്ളാപ്പള്ളി കത്തുമായി ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് SNDPയുമായി ഞങ്ങൾ ഒരു തരത്തിലുമുള്ള സഹകരണത്തിന് തയ്യാറല്ല എന്നൊരു നിലപാട് സുകുമാരൻ നായർ സ്വീകരിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില സമവാക്യങ്ങൾ അതിനെങ്ങനെ കാണാം? അല്ല, ഇത് ഈ തുഷാർ വെള്ളാപ്പള്ളി കത്തുമായി ചെല്ലുന്നത് മാത്രമാണ്. അപ്പോഴല്ലേ പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് അങ്ങനെ വലിയ പുരസ്കാരം നൽകുകയും എനിക്ക് നൽകാതിരിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് ഇനി ഒരു ഐക്യമില്ല എന്ന് പറഞ്ഞ് മാറുകയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മാത്രമല്ല, എന്തൈക്യം, ഇത് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കണമെന്നല്ലാണ്ട് ഈഴവരും അതേപോലെ തന്നെ നായരും തമ്മിൽ എന്ത് ഐക്യവുമില്ലായ്മ. അവർ രണ്ട് സമുദായങ്ങൾ, ആ രണ്ട് സമുദായങ്ങളൊക്കെ കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഒരുമിച്ച് വളരെ ഐക്യപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇവർ ഈ നേതാക്കന്മാർ അതിനകത്ത് പോയി ഇടപെട്ടാണ് അത് കുളമാക്കുന്നത്. അതല്ലാണ്ട് നായന്മാരും ഈഴവരും തമ്മിലൊന്നും നമ്മുടെ ഈ അടുത്ത കാലത്ത് അങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പണ്ട് ഉണ്ടായിരുന്നു, പണ്ട് പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ സാമുദായിക സംഘടനകൾക്ക് കഴിയുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ നായന്മാരിലുള്ള RSS അല്ലെങ്കിൽ BJPക്കാരോ അവർ സ്ട്രോങ് ആയിട്ട് BJPക്ക് വേണ്ടി നിൽക്കും. സുകുമാരൻ നായർ പറഞ്ഞതിൻ്റെ പേരിൽ അവരാരെങ്കിലും അനുസരിക്കുക? ഇല്ല. അതുതന്നെയാണ് CPM, കുറച്ച് പേരേ ഉള്ളൂ. അവരും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ബഹുഭൂരിപക്ഷം ആളുകൾ കോൺഗ്രസ് ആണ്, അവരും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. സുകുമാരൻ നായർക്ക് എന്ത് കാര്യമിനകത്ത് എന്നായിരിക്കും അവരെന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥിതിയും അത് തന്നെ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും കേൾക്കുന്ന ആളുകൾ അല്ല പൊതുവെ ഈഴവ സമുദായാംഗങ്ങളെന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് BDJS എന്ന് പറയുന്ന സംഘടനയായിട്ട് ബന്ധപ്പെട്ട് NDAയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവർ പറയുന്നത് കേൾക്കും. അത് രാഷ്ട്രീയമാണ്, സമുദായമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല എന്നുള്ള അത് തന്നെയാണ് പൊതുവെ ക്രൈസ്തവരുടെയും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെയും കാര്യത്തിലൊക്കെയുള്ളത്. പൊതുവെ എക്കാലത്തും ക്രൈസ്തവരും അതേപോലെ മുസ്ലിങ്ങളുമൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാണ്. ഈ അടുത്ത അവരുടെ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അവരവരെ സമീപിക്കുകയും അത് അവർ നേടിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ അവരുടെ കൂടെ ചിലപ്പോൾ കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് സ്ഥിരമായിട്ട് അവരുടെ പൊസിഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലാണ്. പക്ഷേ ഇടയ്ക്ക് അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കൂടും, കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിൽ വരുത്തും, പുറത്താക്കും. ഇപ്പോൾ എല്ലാ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ സമുദായത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ആ രീതിയിൽ തന്നെ തുടർന്നും പ്രവർത്തിച്ചു പോകാം എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് നിലവിലുണ്ടാവുക. വ്യത്യസ്തമാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.